നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ കുറച്ചധികം ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് കുഴിവുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഇത് ഉരുക്കാനായിട്ട്. അതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്പൂണൊന്നും വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആ കൈപ്പിടി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഉരുക്കി കഴിയുമ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലേക്കൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കുഴിവുള്ള പാത്രം എടുത്ത് കേട്ടോ. ഇതിപ്പോൾ ഒരുവിധം ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഇനി കുറച്ച് വയ്ക്കാം. അപ്പോൾ കളർ ഒരുവിധമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡാർക്ക് കളറാവാൻ നിൽക്കേണ്ട. അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു ചെറിയൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ച് കഴിയുമ്പം ചെറുതായിട്ടൊന്ന് സെറ്റാകും. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കാണ്ട് അടിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസ് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3/4 കപ്പ് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പിൻ്റെ അളവാണിത്. അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ ഞാൻ എടുക്കുന്ന ഈ അളവിലും പകുതി അളവ് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളതനുസരിച്ച് ഇട്ടാൽ മതിയാകും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയൊക്കെ ചേർക്കുമ്പോൾ ചേർത്താൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നുറുക്കിയ ഡേറ്റ്സ് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് തന്നെയാണ്. നമ്മുടെ ഉണക്കമുന്തിരി മാത്രം ഒന്ന് സോഫ്റ്റ് ആകാനുണ്ട്. അത് ഉണക്കമുന്തിരി കുറച്ച് നേരം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചത്. ഇനി ഇതിനകത്തേക്ക് ഒരു 3 കളറിലെ ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഈ ചേർത്ത അളവിൽ കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ ഇതൊന്നും. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് പീല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തോലിയിൽ നിന്ന് അതിൻ്റെ വെള്ള ചേരാണ്ട് അതിൻ്റെ മോൾ ഭാഗം മാത്രം ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. അത് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമായാലും മതി. ഇനി രണ്ടും ചേർത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് ചെറി നുറുക്കിയതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം എടുത്ത് വയ്ക്കാം. ചെറിയ ചൂടുണ്ടല്ലോ, ആ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാൻ എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ടാവും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താലും മതിയാകും. ഇപ്പം തന്നെ മുന്തിരിയൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ചല്ലോ, കുറച്ച് നേരിട്ട് തിളപ്പിച്ചാൽ ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് വീർത്ത് വരും. ഇനി ഞാനിവിടെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് കുഴിവുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 6 ഇഞ്ചിൻ്റെ ആണ്. എനിക്ക് തോന്നുന്നു 7 ഇഞ്ചിൻ്റെ കുറച്ചും കൂടെ വട്ടമുള്ള മോൾഡാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എളുപ്പത്തിൽ നമുക്ക് വേവിക്കാൻ പറ്റും. ഇതിപ്പം കുക്കാവാനായിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്തായിരുന്നു. അപ്പോൾ ഈ മോൾഡ് ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണേന് അല്പം ബട്ടർ തേച്ച് കൊടുക്കണേന് ബട്ടറോ ഓയിലോ നെയ്യോ എന്താണെങ്കിലും തേച്ച് കൊടുക്കുക. എന്നിട്ട് തേച്ചൊന്ന് മൊത്തം ഒന്ന് പിടിപ്പിച്ചെടുക്കുക. ഒരല്പം മാത്രം തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മൈദ ഇട്ടിട്ട് ഇതിനകത്ത് തട്ടി കൊട്ടി കളയാം. ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ. ഇന്നിപ്പം ഞാൻ ചെറിയൊരു ബട്ടർ പേപ്പറാണ് വെച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് മോൾഡ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനകത്തൊരു 3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം നട്ട്മഗ് ഉണ്ടല്ലോ, ജാതിക്കുരു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 കറിയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഡ്രൈ ജിഞ്ചറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ ഈ ചേർത്ത മസാലകളുടെ അളവും കുറച്ച് കുറക്കണം കേട്ടോ.
ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ബട്ടർ അല്ല ഓയിലാണ് കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ബൗളിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ് ഇവ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ച് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്ത ഫ്രൂട്ട്സിൻ്റെ അളവിൽ എത്ര മാറ്റം വരുത്തിയാലും ഈ മൈദയുടെയും മറ്റും അളവിലൊന്നും ഒരു മാറ്റവും വരുത്തരുത്. ഇത് കറക്റ്റ് അളവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെയും പിന്നെ മസാലകൾ ചേർത്തല്ലോ അതിൻ്റെ മാത്രം അളവിൽ മാറ്റം വരുത്തിയാൽ മതി. വേറെ ഒന്നിൻ്റെ അളവിൽ മാറ്റം വരുത്തേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അരിച്ചാൽ മാത്രം മതിയാകും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാറിൽ നിന്നും ഒക്കെ പിടിച്ചിരിക്കണതൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതിനൊരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ദയവായി ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ആ കൂട്ടൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഹാൻഡ് വിസ്കോ സ്പാച്ചിലോ എന്തായാലും മതിയാകും. അപ്പം നമ്മൾ ആ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ആ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചേർത്ത കാരമലൈസ് ചെയ്തില്ലേ, അപ്പോൾ ചേർത്ത വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് അളവായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. ഇനിയിപ്പം വെള്ളം കുറഞ്ഞിട്ടും പോയിട്ടില്ല. ഇതൊരു കറക്റ്റ് അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മിക്സ് എല്ലാം കേക്ക് മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്യണം. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള പാനിൽ ഒരു ഗ്രിഡ് പ്ലേറ്റ് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് കേക്ക് മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ആ ചെറിയൊരു ഗ്യാപ്പ് പോലും ഉണ്ടാവരുത് കേട്ടോ. ഹോൾ നന്നായിട്ട് അടഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് അടച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 40 മിനിറ്റ് കുക്ക് ചെയ്തു. ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. പക്ഷേ ഇത് വെന്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ള കാരണം വേകാനായിട്ട് കുറച്ച് എനിക്ക് താമസം വന്നു. എന്നിട്ട് 10 മിനിറ്റും കൂടെ ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കേക്കിൻ്റെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ അടിയിലേക്ക് പോകും. ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലായിടത്തും ഫ്രൂട്ട്സും ഒക്കെ എല്ലായിടത്തും നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം വെച്ച ചെറിയ അണ്ടിപ്പരിപ്പൊക്കെ താഴേക്ക് പോയി. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പം അതൊന്ന് ഹാഫ് ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു മുഴുവനായിട്ട് വെച്ചപ്പം വെയിറ്റ് കൊണ്ട് താഴേക്ക് പോയതായിരിക്കും. ഞാനപ്പം ഫോട്ടോ എടുക്കാനായിട്ട് 2ാമത് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. Wish you all a Merry Christmas and a Happy New Year. Thank you.